ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കാരണം ഇത്രയും ഗുഡ് ന്യൂസ് നമ്മൾ ബേസിക്കലി ഇന്നലെ ഞങ്ങൾക്ക് അറിയായിരുന്നു. കുറച്ച് വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. എങ്കിൽ തന്നെ പറയുകയാണ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ന്യൂസ്. യു ടേൺ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ട്രംപ് യു ടേൺ ചെയ്തു, യുദ്ധത്തിൽ നിന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ബാക്ക് ഫുഡ് എടുത്തു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നാളേക്ക് ഉറപ്പില്ല. എങ്കിൽ തന്നെ ബാക്ക് ഫുഡ് എടുത്തു എന്നുള്ളത് കൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള മാർക്കറ്റ് ഇന്ന് പ്രതീക്ഷിക്കാം. ഏകദേശം എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് തൊട്ട് ഏഷ്യൻ കൺട്രീസുകളൊക്കെ അപ്പാണ്. ഏകദേശം 3% അപ്പാണ്. 3% അപ്പാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റിൽ യുദ്ധം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഒരാളുടെ അവസ്ഥയാണ് ഇപ്പോൾ ട്രംപിന്. ഒരുപാട് ഇഷ്യൂ ആൾ ഫ്രെയിം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടും അയാൾ ഹോർമസിനെ കുറിച്ച് അയാൾ വിചാരിച്ച കാര്യങ്ങൾ അത്ര ഈസി ആയിട്ട് നടക്കില്ല എന്നുള്ള തീരുമാനം വന്നതുകൂടി എല്ലാ കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. മാർക്കറ്റ് അപ് ട്രെൻഡാണ്. മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഇനിയൊരു റിക്കവറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ് യുദ്ധം ഒരു ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് തന്നെ മാർക്കറ്റിന് പോസിറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 304 പോയിൻ്റ് അപ്പാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 304 പോയിൻ്റ് അപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട്സൊക്കെ ഇട്ടവർക്ക് സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പെട്ടെന്നായിരിക്കും പ്രീമിയം ഡിക്രീസ് ചെയ്യുക. അതിന് 3 കാരണം കൂടി പ്രത്യേകിച്ച് പറയാം പ്രീമിയം ഡിക്രീസ് ചെയ്യുന്ന കാരണം. ഒന്നെന്ന് പറയുന്നത്, നമുക്കിനി 2 ദിവസം ട്രേഡിങ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രൈഡേ ഹോളിഡേ ആണ്. ഫ്രൈഡേ നമുക്ക് ഹോളിഡേ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഷോർട്ട് കവറിങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരാനുള്ളത്. ഏറ്റവും നല്ലൊരു ബയ്യനേക്കാളും കൂടുതൽ ഷോർട്ട് കവറിങ് ആയിരിക്കും വരാൻ സാധ്യത. അപ്പോൾ ഷോർട്ട് കവറിങ് എന്ന് പറയുമ്പോൾ ഈ 22 ഇതിൽ നിന്നൊരു ഏകദേശം ഒരു 500 പോയിൻ്റ് അപ്പ് ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഷോർട്ട് കവറിങ് ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ അപ്പ് ആൻഡ് ഡൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മളെ ഷോർട്ട്സുകളൊക്കെ കവറാവും. കാരണം കട്ടിങ് ഡേറ്റ് നിൽക്കുന്നതുകൊണ്ട്, വ്യാഴാഴ്ച കട്ടിങ് ഡേറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ആ സ്പീഡ് കുറഞ്ഞ് കിട്ടും. എങ്കിൽ തന്നെ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും പോസിറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യുക. പുട്ടുള്ളവരെ സംബന്ധിച്ച് അത് ഒരു കോൾ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നതും അത് ഇൻട്രാഡേ ഡേയ്സ് മാത്രമേ വേണ്ടൂ. കാരണം അതിന് മാത്രം മൂവ്മെൻറ്റ്സ് വരാനുള്ള ന്യൂസുകൾ വരുന്നേ ഉള്ളൂ. ADR ഒക്കെ ഒരു രക്ഷയില്ല. ഇൻഫോസിസിൻ്റെ ADR ആയിക്കോട്ടെ, HDFCയുടെ ADR ആയിക്കോട്ടെ, വിബ്രോയുടെ ADR ആയിട്ട് ICICI എല്ലാ ADRും അപ്പാണ്. അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മാർക്കറ്റ് ട്രെൻഡ് വൺ സൈഡാണ്. നമ്മൾ സ്ട്രാറ്റജി എടുക്കുമ്പോൾ ബുള്ളിഷിൽ സ്ട്രാറ്റജി എടുക്കുക. അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ ന്യൂട്രൽ സ്ട്രാറ്റജി എടുക്കുക. ഏജൻറ്റിനുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ട്രാറ്റജി ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് ഹാപ്പി ആവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡോളർ ഇൻഡെക്സ് ഡൗൺ എന്നുള്ളതാണ്. നമുക്ക് ഡോളർ ഇൻഡെക്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അത് ഗോൾഡിന് ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ സിൽവറിന് ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും ഒരു ബെനിഫിറ്റ് സെക്ഷനിലേക്ക് വരും. അതുപോലെ തന്നെ ഡോളർ ഇൻഡെക്സ് താഴ്ത്തു പോകുന്നതോടുകൂടി തന്നെ നമുക്ക് മെറ്റൽ ഐറ്റംസ് ഡോളർ ഇൻഡെക്സ് മെറ്റൽ ഇൻഡെക്സിനും അപ്പാണ്. അത് മെറ്റലും അപ്പായിരിക്കും എന്നർത്ഥം. ഞാൻ എന്താ വെച്ചാൽ മെറ്റൽ സെക്ടറിന് അപ്പായിരിക്കും. ഓക്കെ. അപ്പോൾ ഡോളർ ഇൻഡെക്സ് താഴത്തേക്ക് പോരുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എനിക്കൊരു 98 പൊട്ടുകയാണെങ്കിൽ ട്രംപിൻ്റെ തല പൊട്ടും എന്തായാലും 98 താഴെ പോവുകയാണെങ്കിൽ. ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഒരു ഭയങ്കര ഒരു ഇഷ്യൂസുകളാണ്. ഒരു 3-4 ദിവസം ട്രംപിനെ സംബന്ധിച്ച്. പക്ഷേ എപ്പോൾ അയാൾ യു ടേൺ ചെയ്യുമെന്ന് അറിയില്ല. അതുകൊണ്ട് മാർക്കറ്റ് നല്ല പേടിയിട്ടുണ്ടാവും ഇന്നത്തെ രാത്രി കൊണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ആഴ്ച എന്താ സംഭവിക്കുക. എന്നാലും മാർക്കറ്റ് ഒരു ലെവൽ വിട്ട് പോകാൻ വഴിയില്ല. എങ്കിൽ തന്നെ റിസ്ക് എടുക്കണവരെ സംബന്ധിച്ച് 50% ബൈ തന്നെയാണ്. അടുത്ത് വലിയൊരു ഇഷ്യൂ എന്ന് പറയാൻ പറയുന്നത് ക്രൂഡ് ഓയിലാണ്. നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റിനെ സംബന്ധിച്ച് വരുമ്പോൾ ഇപ്പോൾ WT ക്രൂഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രന്റ് ക്രൂഡ് ആയിക്കോട്ടെ, എല്ലാം 2% അപ്പാണ്. അത് എല്ലാ സെക്ഷനിലും അപ്പ് ട്രെൻഡ് വന്നിരിക്കുകയാണ് ഈ ക്രൂഡ് ഓയിൽ സെക്ഷനിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റുകൾ നിങ്ങൾക്ക് എവിടെ എടുത്ത് നോക്കിയാലും, പ്രത്യേകിച്ച് ദുബായ് ഒക്കെ റേറ്റ് എടുത്ത് നോക്കിയാലും ഇവരെ സംബന്ധിച്ച് വന്നാണ് ഇഷ്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയപ്പോൾ ഇതിലൊരു ലോസ് വന്നിട്ടുണ്ട്. ആർക്ക് വന്നിട്ടുണ്ട്? അത് ദുബായ്ക്കും വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ GCC കൺട്രികൾക്കും, ഗൾഫ് കൺട്രികൾക്കും വിത്ത് ഇറാൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ഉണ്ടാക്കിയ ഇറാൻ നഷ്ടം ആര് അഡ്ജസ്റ്റ് ചെയ്യും? അതിപ്പോൾ മിക്കവാറും അതുവഴി വരുന്ന സപ്ലൈ ബേസിൽ നിൽക്കും. അപ്പോൾ സപ്ലൈ അവിടെ നിന്ന്
വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സപ്ലൈ അവിടെ നിന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഹോർമൂസിൽ കൂടെ സപ്ലൈ വരാൻ തുടങ്ങുമ്പോൾ ഇതിനൊരു പേയ്മെൻറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് ഇറാൻ. അതിപ്പോൾ നീ സ്ട്രെങ്ത്തായി. ഈ വഴിക്ക് വരുന്ന എല്ലാ കപ്പലുകളും ചിലപ്പോൾ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. എമൗണ്ട് ഇത് ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് കയറാൻ സാധ്യമാവുമെന്ന് കരുതുന്നു, അറിയില്ല. ഇറാൻ്റെ ഓരോ നീക്കങ്ങളും നീ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇറാൻ ന്യൂസുകൾ എന്താണ് വരുന്നത് വളരെ ക്ലോസാണ്. ഈ നികുതി പിരിക്കുക അല്ലെങ്കിൽ ടാക്സ് അവർ ചെയ്താൽ സ്വാഭാവികമായിട്ട് ഈ റേറ്റ് അപ്പ് ട്രെൻഡായിട്ട് നിൽക്കും. അപ്പോൾ ക്രൂഡ് ചിലപ്പോൾ ഇനിയും കയറിപ്പോകുന്ന മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ബാധിച്ചേക്കാം. എങ്കിലും ഇതൊരു ടൈം സമയത്തിനുള്ളിൽ തീരുമെന്ന് പ്രതീക്ഷിക്കാം. പോസിറ്റീവ് ട്രെൻഡ് തന്നെ എടുക്കാം. എങ്കിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. കെൻസ് ടെക്നോളജിയുടെ ഒരു ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസാണ് വന്നിരിക്കുന്നത്. ഹെവി ഗുഡ് ന്യൂസ് വരുന്നതും ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗുഡ് ന്യൂസും എല്ലാം കൂടി ആകുമ്പോൾ വളരെ ഹൈ പവറിൽ ഇത് കയറാൻ സാധ്യതയുള്ള കൗണ്ടറാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്, വാച്ച് ചെയ്യാവുന്ന കൗണ്ടറുകളാണ്. ഓക്കെ. BSE ക്ലയൻറ്റുകൾക്ക് തിരിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന കമ്പനി BSE. വാരി റിന്യൂവൽ എനർജി ടെക്നോളജീസ് നോക്കാവുന്ന കൗണ്ടറാണ്. ഏഞ്ചൽ വൺ ഷെയർ നോക്കാവുന്നതാണ്. അതുപോലെ L1 ഗ്രോ ഒക്കെ നോക്കാം. അതുപോലെ തന്നെ ബ്രോക്കിംഗ് ഫേംസിന് ഒരു ശ്വാസമുണ്ടെന്ന് പറയാം. അടുത്തത് സൂപ്പർ ബൈ ആയിരിക്കും MCX. കാരണം ഇനിയുള്ള വോളാറ്റിലിറ്റി മുഴുവൻ മെറ്റൽ ആൻഡ് കമ്മോഡിറ്റി സെക്ഷനിലായിരിക്കും. അപ്പോൾ ഈ MCXനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ട്രെൻഡ് എനർജി സെക്ഷനിൽ സിമൻസിന്, കാരണം ഇപ്പോൾ പുറത്തുണ്ടായ GC കണ്ടുണ്ടായ ഇഷ്യൂസ് ക്ലോസ് ചെയ്യാൻ സിമൻസിൻ്റെ വളരെയധികം ആവശ്യങ്ങളുണ്ട്. അപ്പോൾ സിമൻസ് അതിൻ്റെ ഉള്ളിൽ വളരെയധികം ആക്റ്റീവായിട്ട് വന്നുകൊണ്ടായും ONGC ക്രൂഡ് ഓയിലിൻ്റെ വില കയറാനായിരിക്കും താൽക്കാലികമായി വിചാരിക്കുന്നു, അറിയില്ല. എങ്കിൽ തന്നെ 50% അപ്പാവാൻ സാധ്യതയുണ്ട്. LNT, ടാറ്റ പവർ, അതുപോലെ ടാറ്റ മോട്ടർ, കോൾ ഇന്ത്യ. കാരണം ബേസിക്കലി ഓയിലിൻ്റെ പ്രൈസ് കയറി നിൽക്കാൻ സാധ്യതയുണ്ടായിരിക്കും കുറച്ച് നാൾക്കെങ്കിലും എന്ന് കരുതുന്നു. കൺഫേം നമ്മൾ ഐഡിയ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അറിയാലോ, ക്രൂഡിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ദീപക് ഫെർട്ടിലൈസേഴ്സ് വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. ദീപക് ഫെർട്ടിലൈസേഴ്സ് വളരെ മുമ്പ് തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് ആക്റ്റീവാണ്, ശ്രദ്ധിക്കുക. ടേബിളൊക്കെയാണ്. ഓക്കെ. ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇനിയും കയറാൻ സാധ്യതയുണ്ടെങ്കിൽ അതനുസരിച്ച്, അല്ലെങ്കിൽ ഇറാനോട് പറയുന്ന കാര്യം കഴിച്ച് മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. എന്നാൽ പ്രൈമറി ഒരു ലോക യുദ്ധം തൽക്കാലം വിരമിച്ചു എന്ന് പറയുന്നതിൽ പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത് വോളാറ്റിലിറ്റി ഇൻഡെക്സ് ആണ്. ഇപ്പോൾ നമ്മൾ വോളാറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ബൈ ചെയ്യാൻ പറ്റുന്നതല്ലെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ വോളാറ്റിലിറ്റി ഇൻഡെക്സ് ഈ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഇപ്പോഴത്തെ ലെവലിൽ നമ്മൾ ഇഷ്യൂവിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 20 വന്ന് നിന്ന് കഴിഞ്ഞാൽ 20 നിന്ന് കഴിഞ്ഞാൽ ഓക്കെ. കാരണം ക്രൂഡ് ഓയിലിൻ്റെ ക്ലാരിറ്റി അറിയാത്തതുകൊണ്ട് 20 വരിക. അതിനും താഴെ പോകണം. 15 എത്തേണ്ടത്. എങ്കിൽ തന്നെ 20 വരെ വരണത് സ്പീഡിലായിരിക്കും. അപ്പോൾ ഈ 20 വരിക എന്ന് പറയുന്നത് വോളാറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വോളാറ്റിലിറ്റി ഇൻഡെക്സ് ബാധിക്കുന്ന ഓപ്ഷനും ഫ്യൂച്ചറിലായിരിക്കും കൂടുതൽ ബാധിക്കുക. അപ്പോൾ അകലെയുള്ള ഓപ്ഷനും ഫ്യൂച്ചറൊക്കെ അകലെയുള്ള ഓപ്ഷനും ഫ്യൂച്ചറൊക്കെ ഇങ്ങോട്ട് ചിലപ്പോൾ നില്ലാവാൻ തുടങ്ങും. കാരണം പൊസിഷൻ ആരും കൊണ്ടുപോയില്ല, അകലേക്കും കൊണ്ടുപോയില്ല. മാർക്കറ്റ് എന്ത് സംഭവിക്കും? മാർക്കറ്റ് ഒരു സൈഡിൽ നിന്ന് കളിക്കാനാണ് സാധ്യത. എന്നാൽ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റ് വോളാറ്റിലിറ്റി ഇൻഡെക്സ് കുറവും. പക്ഷേ ഗുഡ് ന്യൂസ് കാരണം എപ്പോഴും അപ്പ് ട്രെൻഡ് എടുത്താൽ മതി. മിക്കവാറും ഇതിലൊക്കെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാനൊരു സാധ്യത, കോളൊക്കെ സെല്ലിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അത്രയും അറിയില്ലെങ്കിലും ഞാൻ വിട്ടേക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ഡോളർ ഇൻഡെക്സ് ഇത്രയും ഹൈയിൽ നിൽക്കുകൊണ്ട് തന്നെ മാർക്കറ്റ് അപ്പ് ട്രെൻഡ് കണ്ടിന്യൂസ് ദിവസങ്ങളിൽ വരേണ്ടതാണ്. ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ബുധനും വ്യാഴം മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ച മുടക്കാണ്, ഹോളിഡേയാണ്, അത് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കേസ്, ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മളൊരു വലിയൊരു വീഡിയോ എടുത്ത് അതിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ സന്തോഷം. എങ്കിൽ തന്നെ സബ്സ്ക്രിപ്ഷന് വേണ്ടി അതിനൊരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ക്ലയൻസുകളിലെ
അവർക്കൊരു എന്തൊരു പറയുക, ഒരു സ്പൂൺ ഫീഡിങ് പോലെ പെട്ടെന്ന് ഇത് നോക്കി കുറച്ച് ഐഡിയാസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭംഗിയൊന്നും നമ്മൾ നോക്കാറില്ല. വളരെ ഫാസ്റ്റായിട്ട് എടുക്കുക, അത് വേഗം അയക്കുക, നമ്മൾ വേറെ റെഡിയായിട്ട് ഓഫീസിൽ പോവുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ നമ്പറൊന്ന് എഴുതുന്നുണ്ട്. ഓക്കെ.